ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൈക്രോ ബോഡീസിനെ കുറിച്ചാണ്. ഓക്കെ, എന്താ ഈ മൈക്രോ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൈക്രോ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ സർട്ടൻ ഗ്രാനുലാർ ബോഡീസ്. ഗ്രാന്യൂൾസ് പോണക്കുള്ള ചില സ്ട്രക്ചേഴ്സ് ആണ് ഇവിടെ കാണുന്നത്. സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഗ്രാനുലാർ ആയിട്ട് കാണുന്ന ചില കുഞ്ഞു ഓർഗനലാണ് മൈക്രോ ബോഡീസ്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, മൈക്രോ ചെറിയ അല്ലേ. അപ്പോൾ ലൈസോസോം നമ്മൾ കണ്ടപ്പം, ലൈസോസോം പഠിച്ചപ്പോൾ അതിൽ കണ്ടതുപോലെ ഇതും ഒരു സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലാണ്. അകത്ത് കുറേ എൻസൈംസും ഒക്കെ പ്രോട്ടീൻസും ഒക്കെ ഉള്ള ഒരു മെട്രിക്സും ഉണ്ട്. അപ്പോൾ ആ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ചെയ്യുന്ന കുറേ എൻസൈംസ്. അത് ജനറലി നമുക്ക് രണ്ടായിട്ട് പറയാം, കാറ്റലേസസും ഓക്സിഡേസസും. രണ്ട് കാറ്റഗറി, രണ്ട് ടൈപ്പ് ആയിട്ടുള്ള എൻസൈംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ആദ്യം ഇതിനെ ഐസൊലേറ്റ് ചെയ്തത് നമ്മുടെ ഡെഡുവേ എറ്റാലാണ്. ലൈസോസോമും ഡെഡുവേ ആയിരുന്നു. അപ്പം ലൈസോസോമും മൈക്രോബോഡിയും ഡെഡുവയാണ്. രണ്ട് ടൈപ്പ് മൈക്രോബോഡീസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെറോക്സിസോം, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലയോക്സിസോം. ഓക്കെ, ഈ പെറോക്സിസോം എവിടെയാ? എല്ലാ യൂക്യാരിയോട്ടിക് സെൽസിനകത്തും ഉണ്ട്, ഓൾ യൂക്യാരിയോട്ടിക് സെൽസിനകത്ത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഒന്നിൽ കൂടുതലുണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഇനി ഗ്ലയോക്സിസോംസ് അനിമൽ സെല്ലിൽ കാണത്തില്ല, പ്ലാന്റ് സെൽസിൽ മാത്രമേ കാണത്തുള്ളൂ. ഇതിനകത്ത് ഉള്ള എൻസൈംസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലയോക്സിലേറ്റ് സൈക്കിള് ഫങ്ഷൻ ചെയ്യാനുള്ള എൻസൈംസ് ഈ ഗ്ലയോക്സിസോംസിനകത്തുണ്ട്. എന്താ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ എന്ന് നമ്മൾ ഈ ഒരു സെക്ഷനിൽ തന്നെ കാണും. അപ്പം നമുക്ക് ആദ്യം ആരെക്കുറിച്ച് പഠിക്കണം? പെറോക്സിസോമിനെ കുറിച്ച് ഉണ്ടോ. നമ്മുടെ പെറോക്സിസോം ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൈക്രോബോഡി. അതിനെക്കുറിച്ച് പഠിക്കാം. ഇറ്റ് ഈസ് എ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. ഉണ്ടോ, തന്നെ റെപ്ലിക്കേറ്റ് ചെയ്ത് നമ്പർ കൂടും. സ്പെറിക്കൽ ബോഡീസ് ആണ്. ഇറ്റ് ഈസ് റാപ്ഡ് ബൈ ഒരൊറ്റ സിംഗിൾ മെംബ്രെയിനേ ഉള്ളൂ, ഒറ്റൊരു മെംബ്രെയിനേ ഉള്ളൂ. അതിൻ്റെ സെൻറ്ററിൽ ഒരു ഫൈൻ ഗ്രാനുലാർ സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ ക്രിസ്റ്റലോയിഡ് കോർ എന്ന് പറയാം. ആ ഫൈൻ ഗ്രാനുലാർ സബ്സ്റ്റൻസ്, അതിനകത്താണ് എൻസൈംസ് എല്ലാം ഇരിക്കുന്നത്. ആ ഒരു പോർഷനെ നമുക്ക് ക്രിസ്റ്റലോയിഡ് കോർ എന്ന് പറയാം. ഇനി മൈക്രോബോഡീസ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ചിലതിൽ കുഞ്ഞു മൈക്രോബോഡീസ് ഉണ്ട്. ആ മൈക്രോബോഡീസിന് ഈ നടുക്കത്തെ ക്രിസ്റ്റലൈഡ് കോറ് കാണത്തില്ല. അങ്ങനത്തെ കുഞ്ഞ് ശിശുക്കൾ ആയിട്ടുള്ള മൈക്രോബോഡീസിനെ എന്തോ നമ്മൾ പറയാം? മൈക്രോ പെറോക്സിസോംസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ മൈക്രോ പെറോക്സിസോം എന്താണെന്ന് വേണമെങ്കിൽ 1 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതുക. അതിൻ്റെ ഡയമീറ്ററോ 0.2 to 1.2 മൈക്രോമീറ്റർ ആണ് ഇതിൻ്റെ ഡയമീറ്റർ. ഇനി പെറോക്സിസോമിൻ്റെ മെംബ്രെയിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസിനും പെർമിയബിൾ ആണ് കേട്ടോ. ലൈസോസോമുമായിട്ട് അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയായിട്ട് ഒരു ഉള്ളൂ. കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടെ മെംബ്രെയിൻ പെർമിയബിൾ ആണ് ആരുടെ? പെറോക്സിസോംസിൻ്റെ. ഇതിനകത്ത് എൻസൈംസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓക്സിഡേസസ് ഉണ്ട്, കാറ്റലീസസ് ഉണ്ട്. ഓക്സിഡേസസ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലുള്ള ഓക്സിഡേസ് എൻസൈം യൂറേറ്റ് ഓക്സിഡേസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ അത് കൂടാതെ ഉള്ള ഓക്സിഡേസസ് ഉണ്ട്, ഡി അമിനോ ആസിഡ് ഓക്സിഡേസ്, എൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ഓക്സിഡേസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എൻസൈംസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ വാളിൽ ബൗണ്ടായിട്ട് റൈബോസോംസ് ഉണ്ട്. അത് കൂടാതെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന, ഇപ്പം ന്യൂക്ലിയസ് ആണെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന റൈബോസോംസും ഉണ്ട്. ആ റൈബോസോംസിൽ ഉപയോഗിച്ചിട്ടാണ് ആരുടെ ഫോർമേഷൻ? അതിൽ നിന്നാണ് ഏതുണ്ടാവുന്നത്? പെറോക്സിസോമിലെ എൻസൈംസ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഫോം ചെയ്തതിന് ശേഷം അപ്പോൾ അവിടുന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് mRNA ട്രാൻസ്ലേഷൻ നടന്ന്, ഫ്രീ റൈബോസോമിൻ്റെ ഹെൽപ്പോടെ ട്രാൻസ്ലേഷൻ നടന്ന് അതിനകത്തെ പ്രോട്ടീൻ, അതായത് ആ എൻസൈം, പെറോക്സിസോമിനകത്ത് ഇരിക്കേണ്ട എൻസൈംസ് ഉണ്ടായി. അപ്പം എൻസൈംസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ചില എൻസൈംസിന് 2 സബ് യൂണിറ്റ് ഉണ്ടാവും, ഒരു പ്രോട്ടീൻ പാർട്ട്, നോൺ പ്രോട്ടീൻ പാർട്ട്.
ഒരു പ്രോട്ടീൻ പാർട്ടും ഒരു നോൺ പ്രോട്ടീൻ പാർട്ടും. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ ആ എൻസൈം ആക്റ്റീവ് ആവുള്ളൂ. ഈ പ്രോട്ടീൻ പാർട്ടിനെ അപ്പോ എൻസൈം എന്ന് പറയും. അപ്പോൾ ഈ പ്രോട്ടീൻ പാർട്ടും നോൺ പ്രോട്ടീൻ പാർട്ടും ആയിട്ടുള്ള അസംബ്ലൻസ് അതിനെ ഒന്നിച്ച് ആക്കി വിടണം, എന്നാലേ അതിന് നമ്മുടെ പെറോക്സിസോമിൽ പോയിട്ട് ഒരു കാറ്റലിറ്റിക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ അസംബ്ലേജ് സൈറ്റോപ്ലാസത്തിൽ വെച്ച് നടക്കും. എന്നിട്ടാണ് എന്തോത്തിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, പെറോക്സിസോംസിനകത്തേക്ക് ഉള്ളിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഉള്ളിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറോക്സിസോമിൻ്റെ ഉള്ളിലെത്തി കഴിയുമ്പോഴാണ് അടുത്ത ഒരു മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഹെയിം പ്രോട്ടീൻ ആ എൻസൈമിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അയൺ ക്യാരിങ് ഹെയിം പോർഷൻ, നോട്ട് പ്രോട്ടീൻ, ഹെയിം പോർഷൻ അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫൈനൽ ഹോളോ എൻസൈമായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും അതിൻ്റെ ആക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണ് എൻസൈം ഉണ്ടാകുന്നത്. പെറോക്സിസോമിൽ എൻസൈം ഫ്രീ റൈബോസോമിലുണ്ടായിട്ട് ഹോളോ എൻസൈമായി, മീൻസ് അപ്പോ എൻസൈമും പിന്നെ നോൺ പ്രോട്ടീൻ പാർട്ടൂടെ അസംബിൾ ചെയ്തു പെറോക്സിസോമിൻ്റെ ഉള്ളിൽ വന്ന് അയൺ ക്യാരിങ് ഹെയിം ഗ്രൂപ്പ് കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഹോളോ എൻസൈം ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് ഫങ്ഷൻസിലോട്ട് പോകാം. പെറോക്സിസോംസിൻ്റെ 2 മേജർ ഓക്സിഡേറ്റീവ് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അപ്പം ഫസ്റ്റ് ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മൈനർ പാർട്ടിക്കിൾസ് അതിനെ ഫർദറായിട്ട് കാറ്റലൈസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ആ ഉണ്ടാകുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്നത് അത് ബോഡിയിൽ ഒരുപാട് ഇരുന്ന് കഴിഞ്ഞാൽ അത് ടോക്സിക് ആണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പം അതൊരു ഫങ്ഷൻ. പിന്നെ ഫാറ്റി ആസിഡിൻ്റെ ഓക്സിഡേഷൻ. ഇങ്ങനത്തെ 2 ഓക്സിഡേറ്റീവ് ഫങ്ഷൻ ആണ് പെറോക്സിസോം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓരോ ഫങ്ഷനായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ബ്രേക്ക് ഡൗൺ. ഓക്കെ, പെറോക്സിസോം ഈ ഓക്സിഡേറ്റീവ് റിയാക്ഷൻസ് ചെയ്യുന്നത് മൊളിക്കുലർ ഓക്സിജനെ യൂസ് ചെയ്തിട്ടാണ്. അതായത് നമുക്കറിയാമല്ലോ ഓക്സിഡേഷൻ എന്ത് വേണം, മൊളിക്കുലർ ഓക്സിജൻ വേണം. 2 സ്റ്റെപ്പിലാണ് നടക്കുന്നത്. ആദ്യം ഓക്സിഡേഷൻ, പിന്നെ ഒരു ഡീടോക്സിഫിക്കേഷൻ. അപ്പം നമ്മൾ ആദ്യം ഈ ഒരു ഫങ്ഷനാണ് കാണാൻ പോകുന്നത്, H2O2ൻ്റെ മെറ്റബോളിസം. അപ്പം നമുക്ക് അറിയണം എങ്ങനെ H2O2 ഉണ്ടാവുന്നതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പെറോക്സിസോം. അപ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഓക്സിഡേഷൻ സ്റ്റെപ്പ്. അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഡീടോക്സിഫിക്കേഷൻ സ്റ്റെപ്പ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റെപ്പ് അതെങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് നോക്കിയോ. ഏതെങ്കിലും ഓർഗാനിക് സബ്സ്ട്രേറ്റ്, അത് ചിലപ്പോൾ അമിനോ ആസിഡ്സ് ആവാം, യൂറിക് ആസിഡ് ആകാം, അതുകൊണ്ടൊക്കെയുള്ള എന്ത് ഓർഗാനിക് സബ്സ്ട്രേറ്റ് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് വരുന്നതാകാം. മനസ്സിലായി? ഈ ഓർഗാനിക് സബ്സ്ട്രേറ്റിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ആണല്ലോ എനർജി എടുക്കുക. അപ്പം ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആണ് എന്തുണ്ടാവുന്നത്, ബോഡിയിൽ H2O2 ഉണ്ടാവുന്നത്. പെറോക്സിസോംസ് ഈ ഓർഗാനിക് സബ്സ്ട്രേറ്റിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് H2O2 അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനകത്തെല്ലാം കോഫാക്ടറായിട്ട് എന്തുണ്ടായിരിക്കും, FAD അല്ലെങ്കിൽ FMN ഉണ്ടായിരിക്കും. ഫ്ലേവിൻ അഡിനിൻ ഡൈ ന്യൂക്ലിയോട്ടൈഡ് അല്ലെങ്കിൽ ഫ്ലേവിൻ മോണോ ന്യൂക്ലിയോട്ടൈഡ് ഉള്ള എൻസൈംസ് ആണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം കുറേ എൻസൈംസിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂറേറ്റ് ഓക്സിഡേസ്, ഗ്ലൈക്കോളേറ്റ് ഓക്സിഡേസ്, ആൽഫ ഹൈഡ്രോക്സിലിക് ആസിഡ് ഓക്സിഡേസ്, അമിനോ ആസിഡ് ഓക്സിഡേസ്. എന്തായാലും എന്തോ അവിടെ ഫോം ചെയ്തു, H2O2 ഫോം ചെയ്തു. ഇതാ കിടക്കുന്നു. പ്രശ്നമാണ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ്, അതാണ് ഡീടോക്സിഫിക്കേഷൻ സ്റ്റെപ്പിൽ അല്ലേ. അപ്പോൾ ഡീടോക്സിഫിക്കേഷൻ സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഉണ്ടായിരിക്കുന്ന H2O2 ഹൈലി റിയാക്റ്റീവ് ആൻഡ് ടോക്സിക് ആണ്. അപ്പോൾ അതിനെ ഡീടോക്സിഫൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കിയേ. ഡീടോക്സിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോക്സിസിറ്റി കുറഞ്ഞിട്ട് ഉപദ്രവമില്ലാത്ത 2 സാധനമായിട്ട് മാറ്റണം. ഏതൊക്കെ സാധനമാണ്, വാട്ടറും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ആര്, കാറ്റലൈസ് എൻസൈംസ് എന്തിനെ, H2O2നെ വാട്ടറും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഒരു റിയാക്ഷന് ഇൻ്റർമീഡിയേറ്റ്സ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഇൻ്റർമീഡിയേറ്റ്സ് അതിനെ സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമേ, കാരണം ഇപ്പോൾ ഒരു റിയാക്ഷൻ A പിന്നെ +B അതിൻ്റെ ഇടയ്ക്കൊരു ചെന്നിട്ട് AB ഒരു ഇൻ്റർമീഡിയേറ്റ്
സ്റ്റേജസ് ഉണ്ട്, ഇന്റർമീഡിയറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്താൽ മാത്രമേ ഈ എൻസൈംസ് ഈ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന് പെർഫെക്റ്റ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ ആ പ്രോസസ്സ്. അപ്പോൾ ആ ഇന്റർമീഡിയറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ പ്രോട്ടോൺസ് എന്ന രീതിയിൽ ഹൈഡ്രജൻ ആവശ്യമാണ്. ആ ഹൈഡ്രജനെ പ്രൊവൈഡ് ചെയ്യുന്നത് എത്തനോൾ, ഫോമിക് ആസിഡ്, ഫോമാൽഡിഹൈഡ്, ഫിനോൾസ് എന്നൊക്കെയുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഓർഗാനിക് സബ്സ്ട്രേറ്റിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഉണ്ടായ H2O2നെ വാട്ടറും ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്ത് കാറ്റലീസ് ഡീടോക്സിഫൈ ചെയ്തു. എന്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്? പെറോക്സിസോംസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പെറോക്സിസോമിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ കണ്ടു. അടുത്തത് പെറോക്സിസോമിൻ്റെ വേറൊരു ഫങ്ഷനാണ് ബീറ്റ ഓക്സിഡേഷൻ. അപ്പം ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇപ്പം പെറോക്സിസോമിൽ മാത്രം നടക്കുന്നു എന്നല്ല, ഇത് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഫാറ്റി ആസിഡിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. പക്ഷേ മൈറ്റോകോൺട്രിയക്ക് ഒരുപാട് നീളമുള്ള ഫാറ്റി ആസിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നീളം കൂടിയതിനെ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? പെറോക്സിസോംസ് ആണ് കേട്ടോ. അപ്പോൾ ലോങ് ചെയിൻ ആസ് വെൽ as ബ്രാഞ്ച്ഡ് ഫാറ്റി ആസിഡ് ചെയിൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് പെറോക്സിസോം ആണ്. മൈറ്റോകോൺട്രിയക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇനി വേറൊരു ഡിഫറൻസ് മൈറ്റോകോൺട്രിയയിലെയും പെറോക്സിസോമിലെയും ബീറ്റ ഓക്സിഡേഷൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെറോക്സിസോമിലെ ബീറ്റ ഓക്സിഡേഷൻ ഡയറക്റ്റ് ആയിട്ട് ATP ജനറേറ്റ് ചെയ്യുന്നില്ല, ഇൻഡയറക്ട്ലി പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയും. അപ്പം നമുക്ക് നോക്കാം. ഈ ബീറ്റ ഓക്സിഡേഷൻ പെറോക്സിസോമിൽ നടക്കുന്നതിനകത്ത് ഒരു ഓക്സിഡേഷൻ സ്റ്റെപ്പ് ഉണ്ട്. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തുണ്ടാവും, അവിടെ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസിനെ ആര് പിടിക്കും? FADH2 പിടിക്കും. FADH2 പിടിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ ഇനി കാണും അതെങ്ങനെയാണെന്ന്. ആ ഇലക്ട്രോൺസിനെ ആര് സ്വീകരിക്കും? അക്സെപ്റ്റ് ചെയ്യും? ഓക്സിജൻ സ്വീകരിക്കും. അപ്പോൾ ഓക്സിജന് 2- ആവത്തില്ലേ 2 ഇലക്ട്രോൺസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ? അപ്പോൾ അവിടെ ചാർജിൻ്റെ ഒരു ഇംബാലൻസ് വരും. അപ്പോൾ ഒരു പ്ലസ് ചാർജ് പ്രോട്ടോൺസ് കൂടെ വരണം. പിന്നെ 2+ കൂടെ അല്ലേ, 2+ ഉള്ള പ്രോട്ടോൺസിന് കൂടെ വേണമെങ്കിൽ അത് സ്റ്റെബിലൈസ്ഡ് ആവുള്ളൂ. ചാർജ് വൈസ് ഒരു ബാലൻസ് വരണമെങ്കിൽ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 2 H2 ആയിട്ട് ചേരുമ്പോൾ എന്തുണ്ടാവും? ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് കണ്ടിന്യൂസ്ലി ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എവിടെ ഉണ്ടാവുന്നുണ്ട്? പെറോക്സിസോംസിൽ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ആര് കൈകാര്യം ചെയ്യും? നമ്മൾ കണ്ടു ഓൾറെഡി, കാറ്റലീസ് എൻസൈം അതിനെ എന്താണ് ടോക്സിക് അല്ലാത്ത ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കണ്ടു നമ്മൾ. ഓക്കെ, ഇനി ഈ H2O2നെ മുറിച്ചിട്ട് എന്തോ ആയിട്ട് മാറുന്നു നമ്മൾ പറയുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലോ, വാട്ടറും ഓക്സിജനുമായിട്ട് മാറ്റും. ആരായിരുന്നു മാറ്റിയതെന്ന് കണ്ടു? കാറ്റലീസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ നമുക്ക് ഈ ബീറ്റ ഓക്സിഡേഷനിലെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടിവേഷൻ ലോങ് ചെയിൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇതിനകത്ത് ആർക്കും ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ലോങ് ചെയിനിനെ മറ്റ് എൻസൈംസിനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് അല്ലേ, നമുക്കിപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നമുക്കിഷ്ടമുള്ള ഒരു ജ്യൂസ് ഒരു ബോട്ടിൽ ഇരിക്കുകയാണ്, നമുക്കത് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്? അതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യണം. അതായത് ഒരു ആക്ടിവേഷൻ വേണം, ഒരു സംഭവം എന്തോ ചെയ്യണം, എന്നാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലും ഫർദർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഒരു ആക്ടിവേഷൻ അതിനെ ഒരു വേറെ ഫോമിലേക്ക് മാറ്റുന്നു, അതാണ് അസൈൽ കോയി ആയിട്ട് മാറ്റും. ആരാ മാറ്റുന്നേ? അസൈൽ കോയി സിന്തറ്റീസ്. ഒരു കോയെ ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ലോങ് ചെയിൻ ഫാറ്റി ആസിഡിന്റെ ഒരു എൻഡിലോട്ട്. ഇവിടെ ഒരു 6 കാണാമല്ലോ, ഈ 6 എന്ന് പറയുന്നത് റിപ്രസെന്റ് ചെയ്യുവാണ് ലെങ്തിയർ ഹൈഡ്രോ കാർബൺ ചെയിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ലെങ്ത് എത്ര വേണമെങ്കിലും ഡിപ്പെൻസ് അപ്പോൺ ദി വിച്ച് ടൈപ്പ് ഓഫ് ഫാറ്റി ആസിഡ് ഇറ്റ് ടുക്ക് ഫോർ പ്രോസസ്സിങ്. മനസ്സിലായോ? അപ്പം അതാണ് ഒരു ആക്ടിവേഷൻ സ്റ്റെപ്പാണ് ആദ്യം നടക്കുന്നത്. പിന്നെ അടുത്തത് ഡീഹൈഡ്രോജിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. വീട്ടിൽ നമ്മൾ അസൈൽ കോയി വരച്ചു. അസൈൽ കോയിൽ നമ്മൾ ഡീഹൈഡ്രോജിനേഷൻ, അപ്പം ഓക്സിജൻ ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്ന പറയുമ്പോൾ അവിടെ ഓക്സിജൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇൻഡയറക്ട്ലി ഇതൊരു ഓക്സിഡേഷൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രോൺസിനെ FADH2 അക്സെപ്റ്റ് ചെയ്യും. FADH2 ൽ നിന്ന് ആര് പിടിച്ചുകൊണ്ട് പോകും? നമ്മൾ കണ്ടായിരുന്നു, ഓക്സിജൻ കൊണ്ടുപോകും. ഓക്സിജൻ 2- ആവും. അപ്പോൾ അത് സ്റ്റെബിലൈസ് ചെയ്യാൻ ഇത് 2 ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അത് H2O2 ആവും. ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ, ഈ ഓക്സിഡേഷൻ സ്റ്റെപ്പിൽ എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവുന്നത്. ഇവിടുത്തെ എൻസൈം അസറ്റൈൽ ഓക്സിഡേസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ റിയാക്ഷനിൽ ആ ഫാറ്റി ആസിഡിന് എന്ത് ചേഞ്ച് വന്നിട്ട് എന്തായിട്ട് മാറും നോക്കിയാൽ ട്രാൻസ് ഇനോയിൽ കോയി എന്ന് പറയുന്നൊരു ഫോമിൽ വരുന്നുണ്ട്, കൂടെ H2O2 ഫോം ചെയ്തു. സോ ദാറ്റ് ഈസ് ഡീഹൈഡ്രോജനേഷൻ സ്റ്റെപ്പ്.
ഇനി അടുത്തത് ഹൈഡ്രേഷൻ സ്റ്റെപ്പാണ്. ഹൈഡ്രേഷൻ ട്രാൻസിനോയിൽ കോയെ വീണ്ടും നമ്മൾ വരച്ചു. ഇനോയിൽ കോയെ ഹൈഡ്രറ്റേസ് എന്ന് പറയുന്നതാണ് എൻസൈം. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കുക. L3 ഹൈഡ്രോക്സൈൽ അസൈൽ കോയെ. ഇതാണ് അടുത്ത ഒരു മീൻസ് കമ്പോണൻറ്റ് ഒരു ചെയിൻ ഓഫ് റിയാക്ഷനിൽ ഫോം ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിഡേഷൻ സ്റ്റെപ്പാണ്. ഓക്സിഡേഷന് വീണ്ടും നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ വരച്ചു. L3 ഹൈഡ്രോക്സിൽ അസൈൽ കോയെ വരച്ചു. ഓക്സിഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്സിജൻ ആഡ് ചെയ്യപ്പെടും, ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. എൻസൈം എന്ന് പറയുന്നത് 3 ഹൈഡ്രോക്സി അസൈൽ കോയെ ഡീഹൈഡ്രോജിനേസ്. പഠിച്ചു വെച്ചോളുക. അപ്പോൾ അവിടെ 3 കീറ്റോ അസൈൽ കോയെ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അവിടെ റിലീസ് ചെയ്ത ഇലക്ട്രോണിനെ ആര് പിടിച്ചു? NADH. അവിടുന്ന് വീണ്ടും നമുക്കറിയാം ഇലക്ട്രോൺ ഓക്സിജനിൽ പോയിട്ട് ആരുണ്ടാവും? H2O2 ഉണ്ടാവും അവിടെ വീണ്ടും. ഇനി തയോളൈസിസ്. അപ്പോൾ ഇത്രയും ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇനി ഇത് മുറിക്കുക എന്നുള്ള സ്റ്റെപ്പാണ് വരുന്നത്. വീണ്ടും നമ്മുടെ 3 കീറ്റോ ഇതാണല്ലോ ലാസ്റ്റ് പോണ്ടായി നിൽക്കുന്നത്. 3 കീറ്റോ അസൈൽ കോയെ അതിനെ മുറിക്കാൻ തയോളൈസ് എന്ന് പറയുന്ന എൻസൈമാണ് വരുന്നത്. എന്നിട്ട് ദാ വന്നു നമ്മുടെ ഷോർട്ട് ആൻഡ് ഫോം ആയിട്ടുള്ള അസറ്റൈൽ കോയെ കിട്ടി. ഇതാണ് അസറ്റൈൽ കോയെ. അസറ്റൈൽ ഇതിൽ പ്രത്യേകം എന്തോന്നറിയോ? 2 കാർബൺ ആണ് കേട്ടാ. 1, 2 2 കാർബൺ ആണ്. ഇതിനകത്ത് ഇനി ഇത് മൈറ്റോകോൺട്രിയക്ക് കൊടുത്തു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെയൊക്കെ പിന്നെ TCA സൈക്കിളിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. അയ്യോ പിന്നെ അതങ്ങ് പിന്നെ TCA സൈക്കിളിലോട്ട് പോയിട്ട് പിന്നെ ഹൈ എനർജി റിച്ച് മോളിക്യൂൾസ് ആയിട്ടുള്ള NADH FADH2 ഒക്കെ ഫോം ചെയ്യും. പിന്നെ അങ്ങ് ATP ഉണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് മൈറ്റോകോൺട്രിയക്ക് ലോങ് ചെയിനിൽ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഫോമിലാക്കി കൊടുത്താൽ ഇഷ്ടമാണ് അല്ലേ? മുറിച്ച് പിള്ളേർക്ക് മുട്ടായി മുറിച്ച് കൊടുക്കത്തില്ലേ? വലിയ കടിക്കാൻ പറ്റാത്തത് മുറിച്ച് കൊടുക്കത്തില്ലേ? അതേപോലെ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ആ ലെങ്തി ആയിട്ടുള്ള അസൈൽ കോയി. അപ്പോൾ ഇതാണ് ബീറ്റ ഓക്സിഡേഷൻ ഇവിടെ നടക്കുന്നത് പെറോക്സിസോമിൽ. അപ്പോൾ ഈ പെറോക്സിസോമിലെ ബീറ്റ ഓക്സിഡേഷൻ്റെ ഇമ്പോർട്ടൻസ് ഇനി നിങ്ങൾക്ക് തന്നെ പറയാമല്ലോ അല്ലേ? ലോങ് ചെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡിനെ കുഞ്ഞാക്കിയിട്ട് മൈറ്റോകോൺട്രിയക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ലിപ്പിഡ് മെറ്റബോളിസത്തിന്, പിന്നെ ടോക്സിക് ഫാറ്റി ആസിഡ്സ് ബോഡിയിൽ അക്യൂമുലേറ്റ് ചെയ്യാതിരിക്കുന്നതിന്. ഇനി തെർമോജെനിസിസിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ബീറ്റ ഓക്സിഡേഷൻ തെർമോജെനിസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പം നമ്മുടെ മൈറ്റോകോൺട്രിയക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ അസറ്റൈൽ കോയെ ഉണ്ടായിട്ട്. അപ്പോൾ അത് സിട്രിക് ആസിഡ് സൈക്കിളിലും പിന്നീട് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിലും നടന്നിട്ട് ATP ഉണ്ടാവും, എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ എനർജി ഉണ്ടാകുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്. അതാണ് തെർമോജെനിസിസ്. അങ്ങനെ ബോഡിയിൽ ഹീറ്റ് മീൻസ് ഉണ്ടാക്കാനും ഇൻഡയറക്ട്ലി പെറോക്സിസോംസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമ്മൾ ഗ്ലയോക്സിസോംസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് അനദർ ടൈപ്പ് ഓഫ് മൈക്രോബോഡിയാണ്. ഇത് പ്ലാന്റ്സിൽ മാത്രമേ കാണുള്ളൂ, അനിമൽ സെൽസിൽ കാണത്തില്ല. അപ്പം ആദ്യം നമുക്ക് ഷേപ്പ് ആൻഡ് സൈസ് നോക്കാം. ഇവിടെ നമ്മൾ പെറോക്സിസോം കണ്ടതുകൊണ്ട് ഇത് ഒരു സിംഗിൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. നടുക്ക് ഒരു മെട്രിക്സ് ഉണ്ട്, അതിനകത്ത് എൻസൈംസ് ഒക്കെ ഉണ്ട്. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 0.1 to 1 മൈക്രോമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. പ്ലാന്റ് സെൽസിലേ ഉള്ളൂ. പ്രധാനമായിട്ടും സീഡിങ്സിലാണ് കേട്ടോ. സീഡിങ്ങിൽ സീഡ്സിന് എന്തോട് ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗ്ലയോക്സിസോംസിന്റെ പ്രധാനപ്പെട്ട റോള്. എപ്പം മുതലാണോ സീഡ്സിന് സ്വന്തമായിട്ട് അതിന്റെ ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യാൻ പറ്റുന്നത് അതുവരെയും ഗ്ലൂക്കോസിന്റെ സോഴ്സ് ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമുക്കറിയാം എന്ത് കിട്ടും? അസറ്റൈൽ കോയെ കിട്ടുന്നുണ്ട്. അസറ്റൈൽ കോയയിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഏത് പാത്വേ? ഗ്ലയോക്സിലേറ്റ് പാത്വേ വഴി കേട്ടോ. നമ്മൾ കാണും. അപ്പം ഇതിനകത്ത് പെറോക്സിസോമിൽ കണ്ടതുപോലെ ഒരുപാട് എൻസൈംസ് ഉണ്ട് that can convert fatty acid to other intermediates. ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ ചെയ്യുക എന്നതാണ് ഒരു ഫങ്ഷൻ, ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഗ്ലയോക്സിസോമിന്റെ. അതുവഴി ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗണിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള അസറ്റൈൽ കോയയിൽ നിന്നിട്ട് എന്തുണ്ടാക്കാൻ പറ്റും? ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്നത് ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗണിന്റെ ഇന്റർമീഡിയറ്റ് അസറ്റൈൽ കോയെ. അതിനെ പിന്നെ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ വഴി കാർബോഹൈഡ്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എപ്പോൾ വരെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണോ ആ ഒരു സീഡിന് അല്ലെങ്കിൽ പ്ലാന്റിന് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസൈസ് ചെയ്ത് ഷുഗർ ഫോം ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ടൈം വരെ ഈ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ആ ഒരു രീതിയിൽ അതിന് കാർബോഹൈഡ്രേറ്റ് പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ സീഡ്ലിങ്സിൻ്റെ. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്ലയോക്സിസോംസിൻ്റെ ഫങ്ഷൻസ് നോക്കാൻ പോവുകയാണ്. അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്ലയോക്സിലേറ്റ് സൈക്കിളാണ്. ഒരു വേറെയും ഫങ്ഷൻ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്ലയോക്സിലേറ്റ് സൈക്കിളാണ്. അപ്പോൾ ഈ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ക്രബ്സ് സൈക്കിളിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ആനിമൽ സെൽസിൽ നടക്കുന്നതാണ് അല്ലേ. എനർജി പ്രൊഡ്യൂസിങ് ആയിട്ട് ഉള്ള എനർജി റിച്ച് മൊളിക്യൂൾസ് ഫോം ചെയ്യുന്ന ഒരു സൈക്കിളാണ്. ഈ ക്രബ്സ് സൈക്കിളിലെ കുറേ ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അതിന് ഗ്ലൂക്കോനിയോജെൻസിസിൽ എൻറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ക്രബ്സ് സൈക്കിളിനെ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. കാരണം ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ ക്രബ്സ് സൈക്കിളിൻ്റെ മോഡിഫൈഡ് ഫോം ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗണിൽ കിട്ടുന്നതാണ് അസറ്റൈൽ കോയെ. അതെന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. 2 കാർബൺ ആണുള്ളത്. TCA സൈക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടില്ല. പക്ഷേ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 2 സ്റ്റെപ്പാണ് ഇതിനകത്തെ. ഈ 2 സ്റ്റെപ്പ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ സക്സിനേറ്റ് ഉണ്ടല്ലോ, ഈ സക്സിനേറ്റ് ഇതിന് ഗ്ലൂക്കോനിയോജെനിസിസിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണേ. അതേപോലെ ഓക്സാലോ അസറ്റേറ്റിന് ഗ്ലൂക്കോനിയോജെനിസിസിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ് TCA സൈക്കിളിൽ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഈ 2 സ്റ്റെപ്പിലായിരുന്നു. ഈ 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്പാണ് TCA സൈക്കിളിലെ. ഐസോസിട്രേറ്റ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആവുന്നതും അതെ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് സക്സിനൈൽ കോഎൻസൈം ആവുന്നതും. ഇത് രണ്ടും ഡീകാർബോക്സിലേഷൻ. കാർബൺ നഷ്ടപ്പെടുവാണ് കണ്ടോ, ഇൻ ദ ഫോം ഓഫ് കാർബൺ ഡയോക്സൈഡ്. ആ നഷ്ടപ്പെട്ട 2 കാർബണും എവിടെ നിന്ന് കിട്ടിയതായിരുന്നു? അസറ്റൈൽ കോയിൽ നിന്ന് കിട്ടിയതാണ്. അസറ്റൈൽ കോയിൽ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗണിൽ നിന്ന് കിട്ടിയ അസറ്റൈൽ കോയിൽ എന്ന് കിട്ടിയത് ഇവിടെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ ഉണ്ടായ സക്സിനേറ്റ്, അതായത് ഗ്ലൂക്കോനിയോജെൻസിസിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്ന സക്സിനേറ്റിൽ അസറ്റൈൽ കോയിൽ നിന്ന് കിട്ടിയ കാർബൺ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് രണ്ടും ഇവിടെ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് അസറ്റൈൽ കോയിൽ നിന്ന് ഗ്ലൂക്കോനിയോജെനസിസിലേക്ക് ഒരു എൻട്രി TCA സൈക്കിൾ വഴി നടക്കത്തില്ല ഇൻ ദ കേസ് ഓഫ് ആനിമൽ സെൽസ്. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഗ്ലയോക്സിലേറ്റ് സൈക്കിളിലോട്ട് പോവുകയാണ്. ഈ പിക്ചർ എന്ന് പറയുന്നത് ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൻ്റെയും TCA സൈക്കിളും കൂടെ കമ്പൈൻ ചെയ്ത് വരച്ചേക്കുവാണ്. ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നമ്മുടെ അസറ്റൈൽ കോയി വന്നിട്ട് ഓക്സാലോ അസറ്റേറ്റുമായിട്ട് കണ്ടൻസ് ചെയ്തു. അപ്പം നമ്മുടെ അവിടുത്തെ 2 കാർബൺ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ വന്ന് ഐസോസിട്രേറ്റ് വന്നു. ഇവിടെയാണ് നഷ്ടപ്പെടുന്നത്. ആ 2 സ്റ്റെപ്പിനെ അങ്ങ് ബൈപ്പാസ് ചെയ്യും, അതായത് ഒഴിവാക്കും, ഷോർട്ട് കട്ട് എടുക്കും ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ. എന്ത് ചെയ്യുന്നറിയോ? 2 എൻസൈം ഉണ്ട്, അവരെ ശ്രദ്ധിച്ചു. ഐസോസിട്രേറ്റ് ലൈസ് ആൻഡ് മാലേറ്റ് സിന്തീസ്. കണ്ടോ, ഈ 2 എൻസൈംസ് ആണ് ഇവിടുത്തെ ലൈഫ് സേവേഴ്സ് എന്ന് പറയുന്നത്. കാർബൺ സേവേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഐസോസിട്രേറ്റിനെ അങ്ങ് ക്ലീവ് ചെയ്തിട്ട് ഇതെന്തുണ്ടാക്കും? ഗ്ലയോക്സിലേറ്റും ഉണ്ടാക്കും, സക്സിനേറ്റും ഉണ്ടാക്കും. അപ്പോൾ ഈ സക്സിനേറ്റിനകത്ത് അസറ്റൈൽ കോയിൽ നിന്ന് കിട്ടിയ കാർബൺ ഇല്ലേ? ഇതെന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഈ സക്സിനേറ്റിനകത്ത് എന്തായാലും അസറ്റൈൽ കോയിൽ നിന്ന് കിട്ടിയ കാർബൺ ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ഫാറ്റി ആസിഡിൽ നിന്ന് കിട്ടിയ അസറ്റൈൽ കോയെ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോനിയോജെനസിസ് നടക്കുന്നു. കാരണം ഈ സക്സിനേറ്റിന് ഗ്ലൂക്കോനിയോജെനസിസ് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ ഈ ഗ്ലയോക്സിലേറ്റ് എന്ന് പറയുന്നത് 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ വേറെ അടുത്തൊരു മൊളിക്യൂൾ അസറ്റൈൽ കോയെ ആണ്ടോ കമ്പൈൻ ചെയ്യുന്നു. ആരാ കമ്പൈൻ ചെയ്യിക്കുന്നത്? മാലേറ്റ് സിന്തേസ് ആണ്. അപ്പോൾ എന്തുണ്ടാവും? മാലേറ്റ് എഗെയിൻ ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഈ മാലേറ്റ് പിന്നെ എന്തുണ്ടാവും? ഓക്സാലോ അസറ്റേറ്റ് ആവും. അപ്പോൾ ഇതിനും വീണ്ടും എവിടെ എൻ്റർ ചെയ്യാം? ഗ്ലൂക്കോനിയോജെനസിസ്. അപ്പോൾ ഈ ഉണ്ടായ ഓക്സാലോ അസറ്റേറ്റിനും അസറ്റൈൽ കോയിൽ നിന്ന് കാർബൺ അത് പ്രിസർവ് ചെയ്യുന്നില്ലേ? അപ്പം ഫാറ്റി ആസിഡിൽ നിന്ന് കിട്ടിയ അസറ്റൈൽ കോയെ ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ വഴി ഗ്ലൂക്കോനിയോജെനസിസിൽ എൻ്റർ ചെയ്ത് ഗ്ലൂക്കോസ് ഫോം ചെയ്ത് കൊടുക്കുന്നില്ലേ പ്ലാന്റ്സിന്? മനസ്സിലായോ? അതാണ് ഈ ഗ്ലയോക്സിലേറ്റ് സൈക്കിള്. പിന്നെ കുറേ രീതിയിൽ ഇത് സിമിലർ ആണ്. ഇത്രയും സ്റ്റെപ്സ് ഇങ്ങനെ വന്നിട്ടല്ലേ. ഓക്കെ, എന്നാൽ അത് ബൈപ്പാസ് ചെയ്യുന്നുണ്ട് ഈ ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്സ്. അതാണ് ഗ്ലയോക്സിലേറ്റ് സൈക്കിൾ. അപ്പോൾ ഇവിടെ 2 മൊളിക്യൂൾസ് ഓഫ് അസറ്റൈൽ കോയെ യൂസ് ചെയ്യുന്നുണ്ട്. ഫാറ്റിയാണേ, പോയി. ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗണിൽ കിട്ടിയ 2
2 molecules ഓഫ് അസറ്റൈൽ കോയെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഉപയോഗിച്ചിട്ട് അതെന്തോണ് സക്സിനിക് ആസിഡ് ആവുന്നുണ്ട്. ആ സക്സിനേറ്റ് അല്ലെ സക്സിനിക് ആസിഡ് അതെന്തോ ആയിട്ട് പിന്നെ മാറും, ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും ത്രൂ എൻറ്ററിങ് ഗ്ലൂക്കോനിയോജെനസിസ് പാത്വേ. മനസ്സിലായോ? അപ്പോൾ ഒന്ന് പിന്നെ ഏത് വഴിയും കയറുന്നുണ്ട്, ഓക്സലോഅസറ്റേറ്റ് വഴി കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും അസറ്റൈൽ കോയി ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടിയ അസറ്റൈൽ കോയി ഇവിടെ കൺസേർവ്ഡ് ആണ്, നഷ്ടപ്പെട്ടു പോകുന്നില്ല ഗ്ലയോക്സിലേറ്റ് സൈക്കിളിൽ. ഇനി നമ്മൾ ഗ്ലയോക്സിസോംസിന്റെ വേറൊരു ഫങ്ഷൻ കാണാൻ പോവാണ്. അതിന്റെ ആ സിഗ്നിഫിക്കൻസ് വരുന്നത് ഫോട്ടോ റെസ്പിറേഷനിലാണ് പ്ലാന്റ്സിൽ നടക്കുന്നത്. എന്താ ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു മെറ്റബോളിക് പ്രോസസ്സാണ്. എവിടെ? പ്ലാന്റ്സിൽ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിന്റെ ബിഗിനിങ്ങിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിന്റെ പേര് റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന് പറയും. ഈ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്ന എൻസൈമാണ് റുബിസ്കോ. ഓക്കെ, അപ്പോൾ അതാണ് അങ്ങനെ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അത് പിന്നെ ഫോട്ടോസിന്തസിന്റെ ഫർദർ സ്റ്റെപ്സിലോട്ട് പോകും, പ്രൊസീഡ് ചെയ്യും. പക്ഷേ ഓക്സിജൻ കൂടി നിൽക്കുന്ന കണ്ടീഷനിൽ ഈ റുബിസ്കോ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിനെ കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ചില അൺവാണ്ടഡ് വേസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകും. അത് ഹാംഫുള്ളും ആണ് നമ്മുടെ പ്ലാന്റ് സെൽസിന്. അപ്പം അവിടെ ആ സബ്സ്റ്റൻസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? ഗ്ലയോക്സിസോംസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇത് ഫോട്ടോസിന്തസിസിലെ ഒരു പാർട്ടാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അത് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രോമയിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു സ്കീമാറ്റിക് ആയിട്ട് ക്ലോറോപ്ലാസ്റ്റ് വരച്ചിരിക്കുകയാണ്. കാൽവിൻ സൈക്കിളിനകത്ത് തുടക്കത്തിൽ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യണം? കാർബൺ ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യണം. കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ റുബിസ്കോയാണ്. അങ്ങനെ എന്തുണ്ടാവും? 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ്. അതിനെ ഞാൻ ഷോർട്ട് ഫോമിൽ PG എന്ന് എഴുതി. അപ്പോൾ ഇനി PG എന്ന് പറയുമ്പോൾ ഓർത്തോണം. എന്നിട്ട് ഇതാണ് നോർമലി ഉള്ള പ്രോസസ്സ് ഫോട്ടോസിന്തസിസിൽ നടക്കേണ്ടത്. പക്ഷേ കാർബൺ ഡയോക്സൈഡ് കുറവും ഓക്സിജൻ കൂടുതലുമായിട്ടുള്ള കണ്ടീഷൻ ഇവിടെ എത്ര മോളിക്യൂൾസാണ്? 2 മോളിക്യൂൾസാണ് ഫോം ചെയ്യുന്നത്. അത് പറയാൻ വിട്ടുപോയി. അപ്പം ഓക്സിജൻ കൂടുതലും കാർബൺ ഡയോക്സൈഡ് കുറവും ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ റുബിസ്കോ കാർബൺ ഡയോക്സൈഡിന് പകരം ഓക്സിജനെ റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഈ 3-ഫോസ്ഫോ ഗ്ലിസറേറ്റിന്റെ കൂടെ വേറൊരാളെ ഉണ്ടാക്കും, 2-ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റ്. ഇതൊരു ആവശ്യമില്ലാത്ത, യൂസ്ഫുൾ ഇല്ലാത്ത, ഇരുന്ന് കഴിഞ്ഞാൽ ടോക്സിക് ആയിട്ട് മാറാവുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ 2-ഫോസ്ഫോ ഗ്ലൈക്കോളേറ്റ് 2 മോളിക്യൂൾസ് ഉണ്ടാവുന്നുണ്ട്. ഇത് എന്തായിട്ട് മാറുമെന്ന് അറിയുമ്പോൾ ഗ്ലൈക്കോളേറ്റ് ഫോമാണ്. ടോക്സിക് ആയിട്ടുള്ള, വേസ്റ്റ് ആയിട്ടുള്ള, യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ഫോം. അപ്പം അതിവിടെ വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ഈ ഗ്ലൈക്കോളേറ്റ് എവിടോട്ട് പോവും? നമ്മുടെ ഗ്ലയോക്സിസോമിലോട്ട് പോവും. ദേ പോയി ഗ്ലൈക്കോളേറ്റ്. അപ്പോൾ ഈ ഗ്ലയോക്സിസോമിൽ ഗ്ലൈക്കോളേറ്റ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ഇരിപ്പുണ്ട്. അത് ഇതിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചിട്ട് എന്തുണ്ടാവും? ഗ്ലയോക്സിലേറ്റ്. ഓക്സിജനെ കിട്ടിയില്ല, അതുകൊണ്ട് ഗ്ലയോക്സിലേറ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ഓക്സിഡേഷൻ ആവുമ്പം ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. ഇവിടെ എന്തോ ഫോം ചെയ്യും? ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ഇല്ലേ? ഇതിൻ്റെ മുമ്പുള്ള സ്ലൈഡിൽ കണ്ടില്ലായിരുന്നു? എവിടെ ഓക്സിഡേഷൻ നടക്കുന്നു അവിടെ ഇലക്ട്രോൺസ് റിലീസ് ആവുമ്പോൾ H2O2 ഉണ്ടാവുന്നുണ്ട്. അതിനെ ആരായിരുന്നു ടാക്കിൾ ചെയ്തത്? നമ്മുടെ ഗ്ലയോക്സിസോംസിനകത്തുള്ള കാറ്റലീസ് എന്ന് പറയുന്ന എൻസൈം. അപ്പോൾ ഇവിടെ കാറ്റലീസ് ഉണ്ടല്ലോ, അപ്പോൾ കാറ്റലീസ് ഇവിടെ ഉണ്ടായി, H2O2നെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അതൊരു സിഗ്നിഫിക്കൻസ് ആണേ. ഓക്കെ, അപ്പം ഇച്ചിരി ലെസ് ഹാംഫുൾ ആയിട്ടുള്ള ഗ്ലയോക്സിലേറ്റ് ഇവിടെ ഉണ്ടായി. അവിടെയും തീരുന്നില്ല ഈ ഗ്ലയോക്സിസോമിൻ്റെ ഹെൽപ്പ്. ഗ്ലയോക്സിലേറ്റിനെ ഈ ഗ്ലയോക്സിസോം ട്രാൻസമിനേഷൻ നടത്തിയിട്ട് വേറൊരു അമിനോ ആസിഡായിട്ട് മാറ്റും. ഏത് അമിനോ ആസിഡ് എന്നറിയാമോ? ഗ്ലൈസിൻ. ട്രാൻസമിനേഷന് ആ ഒരു അമിനോ ഗ്രൂപ്പ് ഇത് റിസീവ് ചെയ്യുന്നത് ഗ്ലൂട്ടാമേറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ഉണ്ടാവും. ഈ ഗ്ലൈസിൻ
ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആർക്കങ്ങോട്ട് കൊടുക്കുമെന്നറിയാമോ? മൈറ്റോകോൺട്രിയയ്ക്ക് കൊടുക്കും. നോക്കിയേ, ഗ്ലൈസിൻ വന്നു. അങ്ങനെ മൈറ്റോകോൺട്രിയയിൽ ഒരു 2 മോളിക്യൂൾ ഗ്ലൈസിൻ എത്തിക്കഴിയുമ്പം അത് കൺവേർട്ട് ചെയ്ത് അടുത്ത വേറൊരു അമിനോ ആസിഡ് ആയിട്ടുള്ള സെറിൻ അങ്ങ് ഫോം ചെയ്യും. അപ്പം സെറിൻ ആയി കഴിയുമ്പോഴത്തേക്ക് മൈറ്റോകോൺട്രിയ വീണ്ടും ഈ സെറിനെ ആർക്ക് കൊടുക്കും? നമ്മുടെ ഗ്ലയോക്സിസോം. കേട്ടോ, ഗ്ലയോക്സിസോം എന്തെല്ലാം ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ സെറിൻ ഗ്ലയോക്സിസോമിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നമ്മുടെ ഗ്ലിസറേറ്റ് നമുക്കറിയാം. നമ്മൾ 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് അതിൻ്റെ പകുതി ഭാഗമായില്ലേ അവിടെ. അപ്പോൾ ഗ്ലിസറേറ്റ് ആയി കഴിഞ്ഞപ്പം ഗ്ലയോക്സിസോം പറയും, അതാണ്ടേ ഇനി നിനക്ക് ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലിസറേറ്റിനെ ആർക്ക് തിരിച്ചു കൊടുക്കും? ക്ലോറോപ്ലാസ്റ്റിന് കൊടുക്കും. അപ്പം ഗ്ലിസറേറ്റ് എന്തായിട്ട് വീണ്ടും കൺവേർട്ട് ചെയ്യപ്പെടും? 3-ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിന് നോർമൽ കാൽവിൻ സൈക്കിൾ പാത്വേയിൽ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പം വളരെയധികം ഇമ്പോർട്ടൻസ്, വളരെയധികം ഹെൽപ്പ് ചെയ്ത് കൊടുത്തില്ലേ ഗ്ലയോക്സിസോം? ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു പാത്വേ, അതിലുണ്ടാകുന്ന അൺവാണ്ടഡ് പ്രോഡക്ട്സിനെ ഹാൻഡിൽ ചെയ്യാൻ അല്ലേ ഗ്ലയോക്സിസോം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. H2O2നെ ഹാൻഡിൽ ചെയ്തു, ഗ്ലൈക്കോളേറ്റിനെ കൺവേർട്ട് ചെയ്ത് ഒരു എന്താണ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്ലിസറേറ്റ് ആയിട്ട് വീണ്ടും ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. So that is another function of the glyoxysome. So with this, we finish the chapter in this portion, glyoxysome. I hope the whole content is very much clear to you. Thank you. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.